എല്ലാം പെട്ടെന്നായിരുന്നു. തൊഴിലുറപ്പ് നിയമം ഉറപ്പില്ലാത്ത നിയമമാക്കിയ കേന്ദ്രവിരുദ്ധ രാപ്പകൽ സമരവേദിയിലേക്കുള്ള ഐഷ പോറ്റിയുടെ വരവ്. ഐഷയെ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നു, കൈയോടെ അംഗത്വം നൽകുന്നു. ഇന്നലെ രാത്രി വൈകി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഐഷ പോറ്റിക്ക് കൊട്ടാരക്കര സ്ഥാനാർത്ഥിത്വവും ഉറപ്പു നൽകിയെന്നാണ് വാർത്ത. ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ച് MLA ആയി തുടങ്ങിയ ഐഷ പോറ്റി 3 തവണ LDFന്റെ MLA ആയിരുന്നു. LDF യോഗങ്ങളിൽ നിന്നും കേന്ദ്രവിരുദ്ധ സമരത്തിൽ നിന്നും വിട്ടുനിന്ന ജോസ് കെ മാണി UDF എന്ന വാർത്തയും ശക്തിപ്പെടുകയാണ്. ഞങ്ങൾ എങ്ങോട്ടുമില്ല എന്ന ഫേസ്ബുക്ക് പ്രഖ്യാപനത്തിലൂടെ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണും ഇല പിളരുമെന്ന സൂചന നൽകുകയാണ്. സോണിയാഗാന്ധി വിളിച്ചെന്നും ദുബായിൽ ചർച്ച നടത്തിയെന്നുമുള്ള വാർത്തകൾക്കിടെ വലിയ ബലമില്ലാത്തൊരു വിശദീകരണം ജോസ് കെ മാണിയിൽ നിന്നും വരുന്നുമുണ്ട്. പക്ഷേ സഭ പറഞ്ഞാൽ എതിരില്ല എന്ന അവസാന മറുപടിയിൽ മറുകണ്ഠം ചാടുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്ന വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇനി ആരൊക്കെയാകും? വിസ്മയം തുടങ്ങിയോ എന്നതാണ് ചോദ്യം.